ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിത് ചെയ്യുന്നത് നോക്കിയ 105 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞത് TA1010 എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ബാറ്ററി റിമൂവ് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. ഡിസ്പ്ലേക്കകത്ത് ക്രാക്ക് ഉണ്ടായിരുന്നു. ബാറ്ററി റിമൂവ് ചെയ്ത് സ്ക്രൂ എല്ലാം അടിച്ചു. T4ൻ്റെ സ്ക്രൂ ആണ്. സെൽഫ് ത്രെഡ് ടൈപ്പ് സ്ക്രൂ ആണ്. നോക്കിയയുടെ കൊച്ചു ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ ഇതാണ്. എപ്പോഴും ഒന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ആവുകയല്ല. കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണു പൊട്ടു അങ്ങനെയൊന്നും ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയല്ല. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡ്യൂറബിളാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം മാറിക്കൊടുത്താൽ ചിലപ്പോൾ അത് ലൈഫ് ലോങ് ഒക്കെ അങ്ങ് ഓടിക്കോളും. ടച്ചോ നമ്മുടെ പുതിയ ടൈപ്പൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. നമ്മൾ നേരിട്ട് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ബോർഡ് അഴിച്ചെടുക്കുക. ഇതിൻ്റെ LCD എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സത്യത്തിലൊരു സ്റ്റിക്കർ മോഡലാണ്. അത് ജസ്റ്റ് അവിടെ അതിൻ്റെ വണ്ടിക്ക് ബോർഡിൽ ശരിക്കും ഒട്ടിച്ച് വെച്ചേക്കുക. അത് നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇളക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ഡിസ്പ്ലേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്ന് കറക്റ്റാണോ എന്ന് നോക്കണം. ജസ്റ്റ് നേരിട്ട് വലിച്ചിളക്കിയാൽ മതി അത്. പക്ഷെ വലിച്ചിളക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ ട്രാക്ക് കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ബോർഡിലുള്ള ട്രാക്കുകൾ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയ ചൂട് കൊടുത്ത് കുറച്ച് ഫ്ലെക്സ് കുറച്ച് ലെഡ് കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ പഴയ പൊട്ടിപ്പോയ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഇളക്കുന്നത്. അത് അതിൻ്റെ അടിയിലൊരു പശ പോലൊരു സാധനമാണ്. കറക്റ്റ് ആ ഒരു ബോർഡിലേക്ക് കറക്റ്റായിട്ട് ടച്ചിങ് ഉള്ളൊരു ഇതാണ്. ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അതിൽ. ജസ്റ്റ് വലിച്ചിളക്കിയാൽ മതി. ചില സമയങ്ങളിലത് ഗമ്മ് കൂടുതലായാലും അതിൻ്റെ ക്ലാവൊക്കെ ഉണ്ടെങ്കിലോ ഇത് കംപ്ലൈൻ്റ് ആവാൻ, ആ സ്ട്രിപ്പും ബോർഡും ഒക്കെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് പതുക്കെ ഇളക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. അത് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മയത്തിൽ പിടിക്കണമെന്നേ ഉള്ളൂ. ഒത്തിരി വലിച്ചു പിടിച്ചാൽ ചിലപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി വന്ന ഫ്ലെക്സൊക്കെ തൂത്ത് കളയുകയാണ്. ഫ്ലെക്സ് തൂത്ത് ലെഡ് തൂത്ത് കളയാണ്. ലെഡ് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. എന്നിട്ട് ബാക്കി ഈ നമ്മുടെ ഇപ്പോൾ ബോർഡിലുള്ള ട്രാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ട്രാക്കിൻ്റെ മണ്ടേ ലെഡ് കൂടുതലുള്ളിടത്ത് ഒന്ന് കുറച്ച് ലെഡ് കളയുക. ഒരു ട്രാക്കെല്ലാം ഒന്ന് ചെറിയൊരു ലെഡിൻ്റെ ഇത് കിട്ടണം, എന്നാലേ നമ്മുടെ പുതിയ ഡിസ്പ്ലേയിലോട്ട് പിടിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ കുറച്ച് ലെഡ് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബോർഡിൽ കുറച്ച് പണി കൂടുതലാണ്. കാരണം ബോർഡിൽ അടുത്തൊരു 24 കമ്പികൾ തൊട്ടടുത്തടുത്തടുത്തടുത്ത് വരുവാണ്. ട്രാക്ക് എന്ന് പറയുന്നത് 24 പിന്നാണ്. 24 പിന്നും തൊട്ടടുത്തടുത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലെക്സ് കൂടെ ഒന്ന് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മുടെ നമ്മൾ വാങ്ങിച്ച ഡിസ്പ്ലേ വർക്കിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ നമുക്കൊരു റബ്ബർ വെച്ചിട്ട് ആ ഡിസ്പ്ലേ ബോർഡിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ പറ്റും. ബോർഡിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് ബാറ്ററി ബാക്കിൽ നിന്ന് കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് ഓണാക്കി നോക്കിയാൽ അറിയാൻ പറ്റും. വേറൊന്നും നമുക്ക് അതിൻ്റെ അത് ചെക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഡിസ്പ്ലേ ഉണ്ടോ, ലൈറ്റ് കറക്റ്റായിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ വൈറ്റ് സ്ക്രീനൊക്കെ വരും. ഇത് സോൾഡറിങ് ആയതുകൊണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ബോർഡിലോട്ട്. കുറച്ച് ലെഡ് നമ്മുടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിലോട്ടാക്കണം, എന്നാലേ തമ്മിലൊന്ന് ചേരത്തുള്ളൂ. ഒത്തിരി വേണ്ടത് ചെറിയൊരു ലൈൻ മതി, ജസ്റ്റ് തൊട്ട് വിട്ടാൽ മതി. ചെയ്യുന്ന സമയത്ത് ബോർഡും നമ്മുടെ ഈ സ്ട്രിപ്പ് മാക്സിമം നീറ്റായിരിക്കണം. അതിൽ കാർബണോ അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ അതൊന്നും വരരുത്. ഫ്ലെക്സിൻ്റെ ഒരു ലിക്വിഡ് ഫോം ഉണ്ട്, അതൊന്നും ഈ ബോർഡിലോ നമ്മുടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിലൊന്നും അധികമായിട്ട് വരില്ല.
മാക്സിമം ക്ലീനായിട്ട് നീറ്റായിട്ട് ചെയ്താൽ വൃത്തിയായിട്ട് ഇരിക്കും അത്. അല്ലെങ്കിൽ ഒരുമാതിരി ഭംഗിയില്ലാണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയ വാട്ടർ ഡ്രോപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ക്ലാവൊക്കെ പിടിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയിപ്പോവും. നല്ല രീതിയിൽ നീറ്റാക്കി വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു കാർബണോ അങ്ങനെയൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ലെഡിൻ്റെ ചെറിയ ഡ്രോപ്സ് കാണും. അതൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ നല്ല ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ബോർഡിലേക്ക് ആ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ ഡിസ്പ്ലേയിൽ കറക്റ്റ് 24 പിന്നിൻ്റെ മണ്ടയ്ക്ക് ഡിസ്പ്ലേയുടെ 24 പിന്നും ബോർഡിലെ 24 പിന്നും കറക്റ്റ് പാരലായിട്ട് നിൽക്കുന്ന രീതിയിൽ വച്ചിട്ട് നമ്മളേതെങ്കിലും ഒരു മൂലയ്ക്ക് 1-2 ലെഗുകൾ മാത്രം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കും. നമുക്കതൊന്ന് നിന്നാലേ അതങ്ങനെ കറക്റ്റായിട്ട് നിന്നാലേ നമുക്ക് ആ ഒരു സോൾഡറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടി മാത്രം അതൊന്ന് 1-2 ലെഗ്, മിക്കവാറും റൈറ്റിലെ 2 ലെഗും ലെഫ്റ്റിലെ 2 ലെഗും അങ്ങ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടത്തില്ല. ഇതിലിപ്പം 1 സൈഡ് ചെയ്തങ്ങ് പോയേക്കുക. 1 സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ നിന്ന് ചെയ്ത് വരുമായിരുന്നു. എക്സ്ട്രാ വരുന്ന ലെഡ് അങ്ങ് സോൾഡറിങ് അയൺ കൊണ്ട് തന്നെ അങ്ങ് മാറ്റുക. നമുക്കിത് ഡിസ്പ്ലേ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ചിലപ്പം എല്ലാ ലൈൻ ഏതെങ്കിലും ഒരു ലൈൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വൈറ്റ് ഡിസ്പ്ലേ എന്ന് വരും. വൈറ്റ് ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ഒന്നും അല്ല, വൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. അത് വൈറ്റ് ഡിസ്പ്ലേ ആയിട്ട് അങ്ങ് പോകും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. നമുക്കിനി ഇത് തിരിച്ച് അസംബിൾ ചെയ്യണം. അത് നമ്മുടെ മെയിൻ പരിപാടി. കറക്റ്റായിട്ട് ലോവർ ഫ്രെയിമിൽ ആദ്യം കണക്ട് ചെയ്യുക. ബോർഡ് എടുത്തിട്ട് ലോവർ ഫ്രെയിമിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ലോക്കുകൾ ഒടിയാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിന് മുകളിലായിട്ട് അപ്പർ കേസ് എടുത്ത് വെക്കുക. മിക്കവാറുമുള്ള എല്ലാ ഇതും പ്രസ്സിങ് ആണ്, അല്ലാതെ ഒരു ലോക്ക് വേറെ ഒന്നുമില്ല. 4 സ്ക്രൂ വരുന്നുണ്ട്, പക്ഷേ മെയിൻലി ഇതാണ് 8 ക്ലിപ്പ് എടുത്ത് വരുന്നുണ്ട്. ആ 8 ക്ലിപ്പ് ലോക്കുകൾ കറക്റ്റായിട്ട് കയറി നിന്നാൽ വർക്ക് ചെയ്തോ, ഇത് ഇളകിപ്പോകാതിരുന്നോളൂ. സ്ക്രൂ ഇല്ലെങ്കിൽ പോലും 8 ലോക്കിൽ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ സ്ക്രൂ ആ ഒരു സപ്പോർട്ടിന് സെൽഫ് സ്റ്റഡാണ്, ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയും തമ്മിൽ ചേർന്നിരുന്നോളും. അത്യാവശ്യം എല്ലാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് ഡിസ്പ്ലേ ഇല്ലാഞ്ഞുകൊണ്ട് കിട്ടിയ കണ്ടീഷനിൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. നോക്കിയയുടെ മിക്കവാറുള്ള എല്ലാ മോഡലിൽ സെൽഫ് ത്രെഡ് സ്ക്രൂകൾ വരുന്നത് സെയിം ആണ്. T4 സ്ക്രൂവിൽ വരുന്നൊരു സ്ക്രൂ ഡ്രൈവറിൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്ക്രൂ അതിൽ വരുന്നത്. എൻ്റെ ഈ ഫോണിന് ബാറ്ററിക്ക് കുറച്ച് ചാർജ് കുറവാണ്. അപ്പം നമ്മളിത് കുറച്ച് നേരം ഒന്ന് കുത്തിയിടണം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.